പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാവ്യാഴമാറ്റം സംഭവിക്കുകയാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി രാത്രി 1:48 വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. അതായത് വ്യാഴസംക്രമം സംഭവിക്കുകയാണ്. 1201 ആണ്ട് ഇടവമാസം 19-ാം തീയതി മൂലം നക്ഷത്രത്തിലാണ് ഈ സംക്രമം നടക്കുക. കർക്കിടകം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. ഉച്ചരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ഒട്ടേറെ നക്ഷത്രങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഈ മാറ്റം അത്ര കണ്ട് ഗുണകരവും ആയിരിക്കുകയില്ല. 12 വർഷത്തിന് ശേഷമാണ് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം കർക്കിടകത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു വർഷക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത്. 2025 മെയ് മാസം 14-ാം തീയതി തൊട്ട് മിഥുനം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. 12 രാശികളിലായിട്ട് നിലകൊള്ളുന്ന 27 നക്ഷത്രങ്ങൾക്കും വ്യാഴത്തിന്റെ പ്രഭാവം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഗ്രഹനിലയും വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള വഴിപാടുകളൊക്കെ നിർണയിച്ചു വേണം ഈ കാലഘട്ടത്തിൽ ദോഷങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വ്യാഴമാറ്റത്തെയും വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണം വർദ്ധിച്ചു വരാനുള്ള പരിഹാരങ്ങളെയും അതുപോലെ തന്നെ ദോഷങ്ങൾ കുറയ്ക്കാനുള്ള ചില നിർദ്ദേശങ്ങളെയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാൻ പറ്റും. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവുക. എങ്കിലല്ലേ നിങ്ങളുടെ പേരും മറ്റു ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂ. അപ്പോൾ അതിനെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. ഇന്ന് ധനുക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെയാണെന്നാണ് പറയുന്നത്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും 4-ാം ഭാവാധിപനുമായ വ്യാഴം 7-ാം ഭാവത്തിൽ നിന്നും അഷ്ടമഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. അഷ്ടമഭാവത്തിൽ സംക്രമിക്കുന്ന വ്യാഴം ധനുരാശിയുടെ 12-ാം ഭാവത്തിലേക്കും 2-ാം ഭാവത്തിലേക്കും 4-ാം ഭാവത്തിലേക്കും ദൃഷ്ടി പതിപ്പിക്കുന്നുണ്ട്. അഷ്ടമഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ദൈവാധീനം നമ്മൾ കൂടുതലാക്കി കൂട്ടിയെടുക്കേണ്ടതുണ്ട്. ഇതുവരെ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും ഈ ഒരു കാലയളവിൽ പരിഹാരം ഉണ്ടായി വരുന്നതാണ്. രോഗപരമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പുതിയ ചികിത്സയിലൂടെ ആ രോഗശമനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം. മോശപ്പെട്ട ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. കാരണം ശീലങ്ങളിൽ നിന്നുള്ള രോഗങ്ങളെ ഈ ഒരു കാലയളവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചികിത്സകൾക്ക് ഫലമുണ്ടാകുന്ന കാലഘട്ടം ആയതുകൊണ്ട് തന്നെ രോഗങ്ങളെ അധികം വച്ച് പഴകിക്കാതെ ചികിത്സിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഗുണമുണ്ടാവുകയും രോഗശമനം കൈവരിക്കാൻ കഴിയുകയും ചെയ്യും. പൂർവിക സ്വത്ത് കൈവശം വന്ന് ചേരുന്നതിന് സാധ്യതയുണ്ട്. പക്ഷേ നേരിയ തർക്കങ്ങളും ഈ ഒരു കാലയളവിൽ ചിലപ്പോൾ അതിന്മേൽ വന്ന് ചേർന്നേക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അമ്മ വീട്ടുകാരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്താൻ കഴിയുന്ന അവസരമാണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ കാണുന്നുണ്ട്. ഉപരിപഠനത്തിനായിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസ്ഥ തെളിയുന്നുണ്ട്. പുതിയ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസ്ഥ ഉണ്ടായി വരുന്നതാണ്. പക്ഷേ യൂസ്ഡായിട്ട് വാഹനം മേടിക്കുന്നവർ ഇടനിലക്കാരുടെ ചതിയിൽപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ വീട് വയ്ക്കാൻ കഴിയുന്നതാണ്. ഉള്ള വീട് പുതുക്കിപ്പണിയാനും യോഗമുണ്ട്. വസ്തു മേടിക്കുമ്പോൾ അത് നാഗബന്ധമുള്ളതോ പ്രേതബന്ധമുള്ളതോ ആയ വസ്തു ആകാതിരിക്കാൻ വളരെ ജാഗ്രത കൊടുക്കേണ്ടതാണ്. പുതിയ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ പേരെടുക്കാൻ സാധിക്കുന്നതാണ്. കുട്ടികളുമായി ചേർന്ന് ചെയ്യുന്ന കർമ്മങ്ങളിൽ വിജയം ഉണ്ടായി വരുന്നതാണ്. സന്താന ഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവർക്ക് ഈ ഒരു കാലയളവ് സത്സന്താന യോഗമുള്ളതാണ്. കൃത്യമായ ചികിത്സാ പദ്ധതികൾ ആവശ്യമുള്ളവർ അതിലൂടെ സന്താന ഭാഗ്യത്തെ നേടിയെടുക്കേണ്ടതാണ്. പുതിയ പ്രവർത്തനങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ്. ചിട്ടി, ലോണ് മുതലായവയിലൂടെ ധനം ആർജിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്
അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. പക്ഷേ ജാമ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെന്ന് നിന്നു കൊടുക്കാതിരിക്കുന്നതാണ് ഈ ഒരു കാലയളവിൽ നല്ലത്. മറ്റുള്ളവർ ചിലപ്പോൾ തിരിച്ചടവ് മുടക്കുകയും ആ സാമ്പത്തിക ബാധ്യത നമ്മുടെ മുകളിലേക്ക് വന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട്. എഴുത്തുകാർ, പുസ്തക പ്രസാധകർ മുതലായവർക്ക് കാലം ഗുണകരമാണ്. തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി വരുന്നതാണ്. സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഉള്ള അവസരം തെളിഞ്ഞു വരുന്നുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ്. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട്. തർക്കങ്ങളെ രമ്യമായിട്ട് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ചർമ്മ സംബന്ധമായ രോഗങ്ങൾക്ക് ശമനം ഉണ്ടായി വരുന്നതാണ്. ഉറങ്ങുക, എഴുന്നേൽക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ശീലം വയ്ക്കണം. ശീലത്തിൻ്റെ കേടുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുള്ള കാലഘട്ടമാണ് ഇതെന്ന് ഓർക്കുക. പുതിയ വീട് വാങ്ങുന്നതിനും ഉള്ള വീട് പുതുക്കി പണിയുന്നതിനും യോഗം കാണുന്നുണ്ട്. പുതിയ തൊഴിൽ മേഖല തുറന്നു കിട്ടുന്നതാണ്. അശരണരെ സഹായിക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. ബന്ധുമിത്രാദികളുടെ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ ലാഭമുണ്ടായി വരുന്നതാണ്. എടുത്തുചാടിയുള്ള പ്രവൃത്തി മൂലം നഷ്ടമുണ്ടാകാം എന്നുള്ളത് കൊണ്ട് തന്നെ ചിന്തിക്കാതെയുള്ള ചില പദ്ധതികളിൽ ചെന്ന് ചാടാതിരിക്കുക, ധനക്ലേശം വരുത്തി വയ്ക്കാതിരിക്കുക. ചില കാര്യങ്ങളിൽ ആരംഭിക്കാനുള്ള അമാന്തം മൂലം കുറച്ച് നഷ്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടായി വന്നേക്കാം. വരവുണ്ടെങ്കിലും ധാരാളം ധനച്ചെലവ് ഉണ്ടാകുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾക്ക് ഒരു ലിമിറ്റ് വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. കാണുന്നതെല്ലാം മേടിച്ചു കൂട്ടാതെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മേടിക്കുക എന്നുള്ളത് പരമമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനും യോഗം കാണുന്നുണ്ട്. ആശുപത്രിവാസം ഇടയ്ക്കുണ്ടാകുമെങ്കിലും മികച്ച ചികിത്സയിലൂടെ രോഗത്തെ കീഴടക്കാൻ കഴിയുന്നതാണ്. ധനരാശിയുടെ 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ടകശനിക്കാലം എന്നാണ് നമ്മളിതിനെ പറയുന്നത്. എന്നാൽ 2026 ജൂൺ 2 മുതൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മീനൻ രാശിയിലേക്ക് പതിക്കുന്നതിനാൽ ശനിയുടെ ദോഷം ഇല്ലാതാകുന്നു എന്നുള്ളത് ആശ്വാസമുണ്ട്. ധനപരമായിട്ടുള്ള ഇടപാടുകളിൽ ജാഗ്രത വയ്ക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സ്വന്തം നക്ഷത്രമായിട്ട് ചേർന്ന് വരുന്നവരുമായിട്ട് കൂട്ട് ബിസിനസ് നടത്തുമ്പോൾ പണസംബന്ധിയായിട്ടുള്ള ഇടപാടുകളിൽ വളരെ ജാഗ്രത വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞത്. ഗുണങ്ങൾ വർദ്ധിക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ പറയാം. ഇതിലൂടെ ദോഷങ്ങളുടെ ശമനവും ഉണ്ടായി വരുന്നതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശികളിൽ കൃത്യമായിട്ട് ദർശനം നടത്തുകയും തുളസിയില കൊണ്ടുള്ള പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും വേണം. ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം നിർമ്മാല്യം തൊഴുകയും ശ്രീകൃഷ്ണ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുകയും കുടുംബക്ഷേത്ര ദർശനം നടത്തുകയും വൃദ്ധജനങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നത് ഈ ഒരു കാലയളവിലെ ദോഷങ്ങളെ കുറച്ചുകൊണ്ടുവരാനും ഗുണവർദ്ധനവിനും നല്ലതാകുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.